അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു വീഡിയോ, 30 സെക്കൻഡ് എന്തോ ഉള്ളൂ. ആ വീഡിയോയിൽ പറയുന്നത് ഇതാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി. എന്താ ഇപ്പൊ നിങ്ങളെ അഭിപ്രായം? പാക്കറ്റ് പാലാണോ നാടൻ പാലാണോ നല്ലത്? അധികം ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നാടൻ പാലാണ് ഏറ്റവും നല്ലതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല സത്യം. പാക്കറ്റ് പാലാണ് ഏറ്റവും ബെറ്റർ. കാരണം ഈ നാടൻ പാലിന്റെ അകത്ത് ഒരുപാട് ബാക്ടീരിയയും വൈറസും മറ്റു പാത്തോജൻസും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഈ പാക്കറ്റ് പാല് ഫാക്ടറിന്റെ അകത്ത് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേക പ്രോസസ്സിലൂടെ നല്ലോണം ചൂടാക്കിയിട്ട് പെട്ടെന്ന് തണുപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ന്യൂട്രിയൻസ് ഒന്നും പോകാതെ തന്നെ ഈ ബാക്ടീരിയ വൈറസ് ഒക്കെ പോകും. അപ്പൊ വളരെ സുരക്ഷിതമായിട്ട് കിട്ടും. അപ്പൊ ഈ വീഡിയോ കണ്ടില്ലേ? ഈ വീഡിയോയിൽ പറയുന്നത് നാടൻ പാലിനേക്കാളും നല്ലത് പാക്കറ്റ് പാലാണെന്നാ. ഇത് പല ആളുകൾക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടായി. അതെനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ കുറേ മുമ്പ് ഇങ്ങനെ ഒരു പോൾ യൂട്യൂബിൽ ഇട്ടുണ്ടായിരുന്നു. അതിൽ നോക്കിയ 5% ആൾക്കാർ മാത്രമാണ് നല്ലത് പാക്കറ്റ് പാലാണെന്ന് മനസ്സിലാക്കി വെച്ച ആളുകൾ. എന്നാൽ 95% ആൾക്കാരും ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കറന്നെടുത്ത പാൽ അതേപോലെ തിളപ്പിച്ചിട്ട് കുടിക്കുന്നതാണ് മറ്റേതിനേക്കാൾ നല്ലതെന്ന്. അപ്പൊ ഈ ഒരു തെറ്റിദ്ധാരണ മാറണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. പക്ഷെ പല ആളുകളും അതിനെ വേറെ രീതിയിൽ അതിനെ തെറ്റിദ്ധരിച്ചു. ഞാൻ എന്തോ മിൽമ കമ്പനിന്ന്, ഗവൺമെന്റിന്റെ ആ കമ്പനിയിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ രീതിയിലൊക്കെ ആളുകൾ കമന്റ് ചെയ്തു. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം അങ്ങനെയൊന്നും കിട്ടൂല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അങ്ങനെ വാങ്ങേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആ വീഡിയോ ശരിക്കും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ നാടൻ പാല് കുടിക്കരുത് എന്നല്ല പറഞ്ഞത്. ഏതാണ് നല്ലത് എന്നുള്ളതാണ് അവിടെ നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ പാക്കറ്റ് പാലാണ് നല്ലതെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ നല്ലതെന്നാണ് ഞാൻ ഇതിൽ ഫുള്ള് പറഞ്ഞത്. ശരിക്കും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത്. ഫുള്ള് കേൾക്കണം കേട്ടോ. ഫുള്ള് കേൾക്കാതെ അവിടെ ഇവിടെ കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലാക്കുകയും ചെയ്യരുത്. നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന പാക്കറ്റ് പാലാണ് മിൽമ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഈ മിൽമ പാക്കറ്റ് പാൽ വരുന്നത് എന്ന് ഞാൻ ശരിക്കും പറഞ്ഞുതരാം. ഇത് ഡോക്ടേഴ്സിന് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ട് പഠിക്കുന്ന കാലത്ത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനത്തെ മിൽമയിലോ അതല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് അവിടെ വിസിറ്റ് ചെയ്യണം. അത് നമ്മളെ സിലബസിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ ഒരു വിസിറ്റ് ഉണ്ടാവും. അപ്പൊ മിൽമന്റെ ഫാക്ടറികളിലൊക്കെ നമുക്ക് പോകാനുള്ള അവസരം കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ പിന്നെ ഈ പാസ്ചറൈസേഷൻ ഇതിന്റെ പ്രോസസ്സുകളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇത് പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ രീതിയിൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. അവള് പണ്ടേ വിശ്വസിച്ചു പോവാണ്. ആ തെറ്റിദ്ധാരണ മാറണം കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മിൽമ പാൽ എങ്ങനെ ഉണ്ടാക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് കുറെ തെറ്റിദ്ധാരണ മാറും. മിൽമ പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ഷീര കർഷകര് അവര് പാൽ ഉണ്ടാക്കിയിട്ട് തൊഴുത്തുനിന്ന് കറന്നെടുത്തിട്ട് അവര് BMC കൂളർ ഒരു സെന്റർ ഉണ്ടാവും, അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ നാട്ടില്. അപ്പൊ അവിടെ കൊണ്ടേ കൊടുക്കും. അവിടെ കൊണ്ടേ കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് അവിടെ ചെക്കിംഗ് ആണ്. അവിടെ തന്നെ അവര് പരിശോധിച്ചിട്ടേ സാധനം എടുക്കുള്ളൂ. അതിലെന്തെങ്കിലും അൾട്രേഷൻ നടത്തിയിട്ടുണ്ടോ, വെള്ളം കൂടുതൽ വാർന്നിട്ടുണ്ടോ, അതേപോലെ അതിൽ ഫാറ്റ് കൊഴുപ്പിന്റെ അളവ് ആവശ്യത്തിനുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് അവർ സ്വീകരിക്കുള്ളൂ. അത് സ്വീകരിച്ചതിന് ശേഷം ഡയറിയിൽ നിന്ന് അഥവാ ആ പാൽ പാക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു ടാങ്കർ വന്നിട്ട് ഈ പാല് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി ഡയറിയിൽ എത്തിക്കഴിഞ്ഞാൽ, ആ പ്ലാന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും ടെസ്റ്റിംഗ് ആണ്. അത് ലാബ് ടെസ്റ്റിംഗ് ആണ്. ഈ ലാബ് ടെസ്റ്റിൽ നോക്കിയേ ആസിഡിറ്റി, അതിന്റെ എത്ര pH ലെവൽ നോക്കും. അതിൽ ഈ വീണ്ടും അഡൾട്രേഷൻ എന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടോ വീണ്ടും നോക്കും. പിന്നെ ആന്റിബയോട്ടിക്കിന്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. ആന്റിബയോട്ടിക് ഉണ്ടോ, കണ്ടന്റ് ഉണ്ടോ എന്നൊക്കെ. ഈ രീതിയിലൊക്കെ ടെസ്റ്റിംഗ് ചെയ്തതിന്റെ ശേഷം മാത്രമേ ആ ടാങ്കറിന് പാല് എവിടേക്ക് എടുക്കുള്ളൂ, ഈ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രോസസ്സിലേക്ക് എടുക്കുള്ളൂ. അവിടുന്ന് സ്വീകരിക്കുള്ളൂ എന്ന് ചുരുക്കം, ആ പ്ലാന്റിലേക്ക് കേട്ടോ. അപ്പൊ ഇങ്ങനെ സ്വീകരിച്ച പാല് അപ്പൊ നല്ല നോക്കി ടെസ്റ്റ് ഒക്കെ ചെയ്തു. അതിൽ നിന്ന് ലാബിൽ കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, ഇതിൽ കണ്ടിട്ട് മായമൊന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ കണ്ടെത്തിയ മിൽക്ക് പാലിനെ സ്വീകരിച്ചിട്ട് അവര് പിന്നെ നേരെ വിടുന്നത് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലേക്കാണ്. പാസ്ചറൈസേഷൻ ആണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രോസസ്സ്. ഇത് പണ്ട് 1800കളിൽ ലൂയിസ് പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ കണ്ടെത്തിയതാണ്. ഇത് കണ്ടെത്തി അതിനുശേഷം 1880കളിലൊക്കെയാണ് ഇത് ഈ പാലിന് വേണ്ടിയിട്ട് ഈ പാസ്ചറൈസേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് പാലിലേക്ക് യൂസ് ചെയ്യാൻ, ഈ പ്രത്യേകതരം തിളപ്പിക്കൽ യൂസ് ചെയ്യാനുള്ള വലിയൊരു കാരണം എന്താണെന്ന്, ഒരുപാട് അസുഖങ്ങൾ ഈ പാലിലൂടെ പകരുന്നതായിട്ട് കണ്ടെത്തി. അപ്പോഴാണ് ഈ ഒരു പ്രത്യേകതരം തിളപ്പിക്കലൊക്കെ ചെയ്യണം എന്നുള്ള രീതിക്ക് ഓരോ രാജ്യങ്ങളും തീരുമാനിച്ചു തുടങ്ങിയത്. അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് അസുഖങ്ങൾ, ട്യൂബർകുലോസിസ്, ബ്രൂസെല്ലോസിസ്, പിന്നെ ഡിപ്തീരിയ, ഈ അസുഖങ്ങളൊക്കെ ഒരുപാട് ഇതിലൂടെ പകരൽ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യണം പാലിന് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇനി നോക്കിയേ, ഇതൊക്കെ നമ്മളെ വീട്ടിൽ തിളപ്പിച്ചാൽ പോകൂലേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതെന്തേ നമുക്ക് അവസാനം ശരിക്കും പറഞ്ഞുതരാം. അങ്ങനെ പോകൂല എന്നാണ് ഇപ്പൊ ചുരുക്കിയും പറഞ്ഞത് കേട്ടോ. അവസാനം നമ്മളെ തിളപ്പിക്കൽ പോരാ, പ്രത്യേക രീതിയിൽ തിളപ്പിക്കണം വീട്ടിലാണെങ്കിൽ കൂടെ. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം, അതൊന്ന് കഴിഞ്ഞോട്ടെ. അപ്പൊ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 3 രീതിയിൽ പാസ്ചറൈസേഷൻ ചെയ്യും. LTLT, HTST, UHT. അതിൽ LTLT എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ
ലോങ് ടൈമാണ്. 63°C 15 മിനിറ്റോളം കിടന്ന് തിളക്കണം ഈ പാല്. അടുത്തത് HTST എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം. അതായത് ഹൈ ടെമ്പറേച്ചർ 72°C 15 സെക്കൻഡോളം കിടന്ന് ചൂടായാൽ മതി. പിന്നെ അടുത്ത വേറൊന്നാണ് UHT അൾട്രാ ഹൈ ടെമ്പറേച്ചർ ആണ്. ഇതില് 135°C 2-5 സെക്കൻഡ് അത്രേ ചൂടാക്കേണ്ടതുള്ളൂ. അപ്പൊ ഇങ്ങനെ 3 തരത്തിൽ പാസ്ചറൈസേഷൻ ചെയ്യും. ഇതൊക്കെ നമ്മൾ മിൽമ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അത് ഓരോ തരം പാലുകൾക്ക് ഓരോന്നാണ് ചെയ്യുക. നമ്മൾ നിർത്തിയത് പാല് ടാങ്കറിൽ കൊടുന്നു, അത് ടെസ്റ്റ് ചെയ്തു, പാസ്ചറൈസേഷൻ യൂണിറ്റ് എടുത്തു അല്ലെ. ആ പാസ്ചറൈസേഷൻ യൂണിറ്റിൽ നിന്ന് പാസ്ചറൈസേഷൻ ശരിക്കും നടന്നു. ആ ശരിക്കും നടന്നതിന് ശേഷം ഈ ഫോർട്ടിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് പാക്കിങ്ങിന് വിടും. അത് പാക്കുകളായിട്ട് നമുക്ക് വിപണിയിൽ കിട്ടുകയും ചെയ്യും. ഇവിടെ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മിൽമ പ്ലാന്റിൽ വർക്ക് ചെയ്ത ആളാണ്, അവിടെ ഒരു പൊടികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണോണ്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താ അറിയോ? ഒന്നെങ്കിൽ അയാൾ കണ്ടത് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി ആഡ് ചെയ്യുന്നതാവും, അതല്ലെങ്കിൽ വേറൊരു സംഭവം കൂടെ ഇവിടെ ഉണ്ട്, തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുള്ള സംഭവം. പശുക്കൾ പാല് തരുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. മഴക്കാലത്ത് ഒരുപാട് പാല് പശുക്കൾ തരും, അത് ഒരുപാട് ഇങ്ങനെ പ്ലാന്റിലേക്ക് വരും. പക്ഷെ ആ നേരത്തെ പാലുകൾ വിറ്റ് പോകുന്നത് കുറവായിരിക്കും. കാരണം നമ്മൾ ജ്യൂസുകളും അതൊന്നും ഈ തണുപ്പ് കാലത്ത് നമ്മൾ കൂടുതൽ കുടിക്കൂലല്ലോ, അപ്പൊ കച്ചവടം കുറയും. അപ്പൊ ഈ പാല് എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് കേടുവരൂലേ. അപ്പൊ അതിനെ വേറെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തു വെക്കും. ആദ്യം ഇത് മനസ്സിലാവണമെങ്കിൽ പാല് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പാല് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് സാധനങ്ങൾ കൂടി ചേർന്നതാ. ഒന്ന് വെള്ളം, ആ വെള്ളത്തിൽ കുറച്ച് ഫാറ്റ്, പിന്നെ ഫാറ്റ് അല്ലാത്ത പ്രോട്ടീനും പിന്നെ കുറച്ച് മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള സോളിഡ് നോൺ ഫാറ്റ് പാർട്ട്. ഈ സോളിഡ് നോൺ ഫാറ്റ് എന്നും പറയാറുണ്ട്, നോൺ ഫാറ്റ് സോളിഡ്സ് എന്നും പറയാറുണ്ട്. നമ്മുടെ പാലിന്ന് ഈ വെള്ളം കംപ്ലീറ്റ് ആണ്ട് ഒഴിവാക്കും. എപ്പോഴാണിത്? ഈ കൂടുതൽ പാല് വരുന്നുണ്ട്, പാലിനെ പാലായിട്ട് എടുത്തു വെച്ചാൽ അത് കേടുവരികയും ചെയ്യും, ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇത് വെള്ളം കംപ്ലീറ്റ് ആണ്ട് ഒഴിവാക്കിയിട്ട് അതിനെ പൊടി പൗഡർ രൂപത്തിലേക്ക് ആക്കി എടുത്തു വെക്കും. അപ്പൊ അത് പെട്ടെന്ന് കേടുവരൂല, ഇനി നമുക്ക് ഭാവിയിൽ അത് യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് പലതരം കർഷകര് പല പല പശുവിൽ നിന്നുള്ള പാലാണ് കൊണ്ടുവരുന്നത്. അതിലുള്ള ഓരോന്നിന്റെ കൊഴുപ്പിന്റെ അളവും പ്രോട്ടീന്റെ അളവും ഒക്കെ ഓരോ അളവിലായിരിക്കും ഉണ്ടാവുക. ഓരോ പാലും മിക്സ് ചെയ്തിട്ട് നമ്മളാണ്ട് പാക്കറ്റ് ആക്കി പാസ്ചറൈസ് ചെയ്ത് പാക്കറ്റ് ചെയ്ത് വിട്ടാൽ എന്താ പ്രശ്നം അറിയോ? ഈ മിൽമന്റെ പാക്കറ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഇതിന്റെ ബാക്കിൽ ഇതിന്റെ കണ്ടൻസ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഓരോന്നിനും ഓരോ കണക്കുണ്ട്. ഇതിലുള്ളത് ഇത്ര ഫാറ്റ് ആണ്, ഇത്ര പ്രോട്ടീൻ ആണ് എന്നൊക്കെ കറക്റ്റ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെക്കണം നിർബന്ധമാണ് എല്ലാ സാധനത്തിന്റെ ബാക്കിൽ. അപ്പൊ നമ്മൾ എല്ലാ പാലും മിക്സ് ആക്കിയാൽ ഈ എമൗണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റൂല. അപ്പൊ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ എന്ത് ചെയ്യും, പാലിലേക്ക് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് കറക്റ്റായ എമൗണ്ട് അതിന്റെ അകത്തുള്ള കൊഴുപ്പിന്റെ അളവും പ്രോട്ടീന്റെ അളവും വൈറ്റമിന്റെ അളവും ഒക്കെ എന്ത് ചെയ്യുന്നു, അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഇതാണ് ഈ ആഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി അടുത്ത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ടോന്നാ. പ്രിസർവേറ്റീവ്സ് അതാ ഒരുപാട് കാലം നിൽക്കാൻ വേണ്ടിയിട്ട് അത് ആഡ് ചെയ്യുന്നില്ല. ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കണം, അത് FSSAI നിർബന്ധമാണ്, റൂളാണ് അത്. ഈ പാക്കറ്റിന്റെ പുറത്ത് എഴുതണം, എന്തെങ്കിലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ ആഡ് ചെയ്യുന്നുമില്ല, അത് നിങ്ങൾ നേരിട്ട് പോയി മിൽമ പ്ലാന്റിൽ വിസിറ്റേഴ്സ് അലൗഡ് ആണ്. അവിടെ പോയിട്ട് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റ് അതിന്റെ പ്രോസസ്സ് കാണിച്ചു തരും, എന്താണ് അവിടെ ചെയ്യുന്നതെന്ന്. ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അതാണ് പാക്കറ്റ് പാല് എന്ന് പറയുന്നത്. ഇതില് എല്ലാ ബാക്ടീരിയയും ചത്തുപോയിട്ടുണ്ടാവും. അപ്പൊ ഇനി അടുത്ത സംശയം വരിക, ഈ പാക്കറ്റ് പാൽ അത്ര പെട്ടെന്നൊന്നും കേട് വരുന്നില്ലല്ലോ, ആഴ്ചകളോളൊക്കെ നിൽക്കുന്നത്, 90 ദിവസം നിൽക്കുന്ന പാക്കറ്റ് പാല് വരെ ഉണ്ട്. അപ്പൊ ഇതെന്താ സംഭവം? ഇതിന് സിമ്പിളാണ്. നമ്മൾ വീട്ടില് രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇറച്ചിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ എന്താ ചെയ്യുക? പണ്ട് മുതലേ ആളുകൾ ചെയ്യുന്നതാണ്, മൂടി വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചാണ്ട് എടുത്തു വെച്ചാൽ പിറ്റേ രാവിലേക്കത് കേടുവരൂല. തിളപ്പിച്ചിട്ടില്ലെങ്കിൽ കേടുവരും ചെയ്യും. അപ്പൊ എങ്ങനെ ഇപ്പൊ ഇറച്ചിക്ക് കേടുവരാതുന്നത്? തിളപ്പിക്കുന്ന സമയത്ത് ഇത് കേടുവരുന്ന ബാക്ടീരിയകളൊക്കെ ചത്തുവരും, കേടുവരുത്തുന്ന ബാക്ടീരിയകളൊക്കെ ചത്തുപോകും. അപ്പൊ പിന്നെ അതിന്റെ അകത്ത് കേടുവരുത്താൻ ആളില്ല. അതേ സംഭവം തന്നെയാണ് ഈ പാക്കറ്റ് പാലിന്റെ അകത്തും. ഈ പാക്കറ്റ് പാൽ കിടന്ന് തിളക്കുമ്പോൾ അതിൽ ഉള്ള ബാക്ടീരിയകളൊക്കെ നശിച്ചുപോയി. പിന്നെ എങ്ങനെ അത് കേടുവരിക? അത് UHT-യിലാണ് ചെയ്യുന്ന പാലാണെങ്കിൽ 90 ദിവസം വരെ നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ 135°-യിൽ പാസ്ചറൈസ് ചെയ്യുന്ന പരിപാടി. വീഡിയോ ലോങ് ആവുന്നുണ്ട്, പക്ഷെ പ്രശ്നമില്ല, നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണം. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സംശയം വരും, നമ്മള് പാക്കറ്റ് പാൽ ഒഴിവാക്കി നാടൻ പാല് വാങ്ങിയിട്ട് കുടിച്ചാൽ പോരെ? മതി. പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തറവാട്ടിലെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എന്റെ വീട്ടില് ആടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആടിന്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ വല്യമ്മ കറന്നിട്ട് അതേപോലെ ഗ്ലാസ്സിലാക്കിയിട്ടാണ് തരും. ഗ്ലാസ്സിൽ തിളപ്പിക്കൊന്നുമില്ല, നേരിട്ട് അന്ന് വല്യമ്മ കയ്യിലേക്ക് തരുമായിരുന്നു. അത് കുടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഈ ആടിന്റെ രോമം ഇതൊക്കെ നമ്മളെ
പല്ലില് കുടുങ്ങും. മനസ്സിലായോ? ആടിന്റെ രോമം. അപ്പൊ എത്രത്തോളം വൃത്തിഹീനമാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ നേരിട്ട് ആരും കുടിക്കുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെ അതില് രോമങ്ങളൊക്കെ തട്ടുന്നുണ്ട്. അരിച്ചിട്ടല്ലേ നമ്മൾ സപ്ലൈ ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അരിക്കുന്ന ഇത് ഒഴിവാക്കാനാണ്. അപ്പൊ പ്രശ്നം എന്താ അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ ട്യൂബർകുലോസിസ് ഉണ്ടാകുന്ന മൈക്രോ ബാക്ടീരിയം ഒക്കെ ഈ പശുവിന് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അതൊക്കെ നമുക്കുള്ളിലേക്ക് കയറും. ഈ മറ്റ് ബാക്ടീരിയകളൊക്കെ നമ്മൾ അകത്തേക്ക് ചെല്ലും. എങ്ങനെ? നേരിട്ട് കുടിച്ചാൽ മാത്രമല്ല, നമ്മൾ എങ്ങനെ തിളപ്പിക്കുന്നത്? നമ്മളൊരു പാത്രത്തില് ഈ പാലെടുത്തിട്ട് നല്ലോണം ചൂടാക്കുമ്പോൾ ആ പതണ്ട് വരലുടങ്ങും. പൊങ്ങിയാണ് വരുമ്പോൾ ആണ് ഓഫാക്കും. അല്ലേ? 1 മിനിറ്റ് പോലും തിളക്കുന്നില്ല. എന്നാൽ ഈ ബാക്ടീരിയ ഒന്നും മുഴുവൻ ചാവൂല. 2 മിനിറ്റ്, 1, 2, 3 മിനിറ്റ് ഒക്കെയാണ് മിനിമം തിളക്കണം. എങ്ങനെ ഇപ്പൊ തിളക്കല്ലേ? ഇങ്ങനെ പൊന്തി വന്നാൽ ഓഫാക്കും. നമുക്ക് പേടിയാ ചിന്തി പോകുന്നുള്ളതൊക്കെ. അപ്പൊ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലേ അത് തിളക്കുള്ളൂ. അങ്ങനെ ആരും തിളപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ തിളപ്പിക്കുന്നുണ്ടെങ്കിൽ വളരെ നന്നായി. അങ്ങനെ തന്നെയാണ് തിളപ്പിക്കേണ്ടത്. പക്ഷേ ഇത് ഇങ്ങനെ 2 മിനിറ്റെങ്കിലും തിളക്കാതെ ഈ ബാക്ടീരിയ ഒന്നും ചാവൂല. ഇത് ഉള്ളിലേക്ക് ചെന്നാൽ വയറിളക്കം ഉണ്ടാവും. പിന്നെ അതിൽ ആ പശുവിന് ആ ടിബിന്റെ അസുഖം ഉണ്ടെങ്കിൽ അത് നമ്മളെ കുടലിനും ഈ ലങ്സിന് മാത്രമല്ല ടി ബി ഉണ്ടാവുക, കുടലിനും നട്ടലിനൊക്കെ ടി ബി ഉണ്ടാവും. അപ്പൊ കുടലിലൊക്കെ ടി ബി ഉണ്ടാവാം. മനസ്സിലായോ? അപ്പൊ അത് പകരാതിരിക്കാനാണ് ഞാൻ അന്ന് പറഞ്ഞത് ഈ പാക്കറ്റ് പാലാണ് യൂസ് ചെയ്യണത് നല്ലതെന്ന്. അതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നാടൻ പാൽ തിളപ്പിക്കണം. അങ്ങനെ തിളപ്പിക്കുമ്പോൾ കുറച്ചൊക്കെ മിനറൽസ് പോവും. പോയിക്കോട്ടെ. എന്നാലും അസുഖങ്ങൾ പകരാതിരിക്കാൻ വേണ്ടത്. കുറച്ചേ പോവുള്ളൂ. ഇത് തിളപ്പിക്കുമ്പോഴും കുറച്ച് പോകുന്നുണ്ട്. പക്ഷെ അത് മറ്റേത് 2-3 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിക്കും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലോണം തിളപ്പിക്കണം 2-3 മിനിറ്റ് കേട്ടോ. അത്രയാണ് പറയാനുള്ളത്. ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചോളൂ. ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് പറഞ്ഞു തരികയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, പൂക്കോട്ട് ഹോമിയോപ്പതിക് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, മലപ്പുറം.